വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഗാരിയുടെ ആദ്യ കുർബാനയുടെ നിമിഷങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ഒത്തിരി ടെൻഷൻസ് ഉണ്ട്, എങ്ങനെയാവുമെന്നോ ഒന്നും ഒരു ധാരണയില്ല. അപ്പം നമുക്ക് തിരിക്കാം ഗൈസ്, ഫ്രം ട്രിവാൻഡ്രം ടു പൊഴിയൂർ. കുറച്ചധികം ടെൻഷൻസ് ഉണ്ടെങ്കിലും പതിവിലും കുറച്ച് വ്യത്യസ്തമാക്കാൻ തന്നെയാണ് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിവിടെ തുടങ്ങുകയാണ് ഗൈസ്. ഒട്ടും ടെൻഷനില്ലാത്തൊരു ഉറക്കം. അങ്ങനെ ചെന്ന് എത്തിയ പാടെ തന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാനായിട്ട് പാർലറിൽ ഓടിപ്പിടിച്ച് എത്തിക്കുകയാണ് ഗൈസ്. ഇതെൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ പാർലർ ഹെലീഷ ബ്യൂട്ടി ക്ലിനിക്കിലാണ് ഞാൻ എത്തിയേക്കുന്നത്. ബ്രെഡ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? ഏതൊരു ഫംഗ്ഷൻ ആയാലും അത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നടന്നോളും. ഞങ്ങൾ ഒന്നിച്ചിട്ട് ഒരു റിഹേഴ്സൽ പോലെ ഓർഗനൈസ് ചെയ്ത് ഒരു ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കി പ്ലാൻഡായിട്ട് ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്നൊരു സവിശേഷത കൂടിയുണ്ട് കേട്ടോ ഇതിന്. ബേസിക്കലി എന്നത്തെയും പോലെ യൂഷ്വൽ ഐറ്റംസ് മാത്രമാക്കാതെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് കൊണ്ട് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അറിയില്ല അത് എത്രത്തോളം സക്സസ് ആവുമെന്ന്, നമുക്ക് നോക്കാം. ഈ കാണുന്നവ പരിപാടിയിൽ കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും ഞങ്ങൾ അങ്ങേറ്റം ഹാപ്പിയാണ് കേട്ടോ. വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഓൾ ഓവർ ഹിയർ ഈവൻ ഇഫ് നോട്ട്. ചർച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ ഞങ്ങൾ കടയിൽ ചെന്ന് വാങ്ങി ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ് കേട്ടോ. ഡെക്കറേഷൻ ചെയ്ത് ഞങ്ങൾ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. സൂപ്പർവൈസർ ഇതാണ് സൂപ്പർവൈസർ. ഗായ്സ്, ഇവിടം വരെ എല്ലാം നല്ലതായിരുന്നു, അതിലേറെ രസവും. ക്ലൈമറ്റ് ഞങ്ങളെ ചതിച്ചു ഗായ്സ്, ചതിച്ചു. പുറത്ത് നല്ല പേമാരി പോലെ കോരി ഒഴിക്കുന്ന മഴയും വീശിയടിക്കുന്ന കാറ്റും, അതിന് കൂടെ പവർ കട്ടും. ഒരു വലിയ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. മരം മുറിഞ്ഞു വീണ് റോഡ് ഫുൾ ബ്ലോക്കായ നിലയിലാണുള്ളത്. ഈ പ്രതികൂല സാഹചര്യത്തിനെ ഞങ്ങൾ എങ്ങനെ നേരിടുമെന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ. ഇന്നും നാളെയും വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനുള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ല ഗൈസ്. ഇതിൽ അവളല്ലല്ലോ ഇവൾ, ധവളല്ല ഗൈസ്. ഞെട്ടരുത് നിങ്ങൾ, ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്.
അക്സെപ്റ്റിംഗ് ദ സിറ്റുവേഷൻ ടു മോൺ ഇറ്റ് എന്നാണല്ലോ. ഗൈസ്, ഞാനൊന്ന് സാരി റാപ്പിങ്ങിനും ഹെയർ സ്റ്റൈൽ ചെയ്യാനും കൂടിയിട്ട് നമ്മുടെ പാർലറിലോട്ട് വീണ്ടും എത്തിയൊക്കെയാണ് ഗൈസ്. ഇവിടുന്ന് ഞാൻ ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം മടങ്ങുന്നതായിരിക്കും. പുള്ളിക്കാരത്തി എൻ്റെ സിസ്റ്ററായിട്ടൊന്നുമല്ല കേട്ടോ. ആൾ നല്ലത് മേക്ക് ഓവർ ചെയ്യും, സൂപ്പറായിട്ട് തന്നെ സാരി റാപ്പിങ്ങും ഹെയർ സെറ്റിങ്ങൊക്കെ ചെയ്തു തരും. അപ്പോൾ ഞാനിപ്പം ഫേസിലൊന്നും തന്നെ ചെയ്യുന്നില്ല, പക്ഷേ ഹെയർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം സാരി റാപ്പിങ്ങും ചെയ്യും. സാരി റാപ്പിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ടേക്കാണ് വരാറ്. പുള്ളിക്കാരത്തി എനിക്ക് അത് നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഗായ്സ്, വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ റെഡിയായിട്ട് അടുത്ത് ഇതിവിടെ നടക്കുമ്പോൾ നമുക്ക് പുറത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയവരെ നോക്കാം. നമ്മുടെ അമ്മ മാത്രമാണ് എത്തിയിരിക്കുന്നത് ഗായ്സ്. ഈ കാണുന്നവയാണ് നമ്മൾ നൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രൗണും ക്യാൻഡിലിനെ പറ്റി പറയാനായിട്ട് ഞാൻ കൊടുത്ത് സ്റ്റെഫിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവളത് അത്ര ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത റെഫറൻസ് പിക്ക് സെയിം ആയിട്ട് തന്നെ ഉണ്ട്. ഇതൊക്കെ ശേഷം നമ്മൾ വീട്ടിൽ റിലേറ്റീവ്സ് നമ്മൾ വന്ന് മോനെ കുരിശിട്ട് അനുഗ്രഹിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. ചർച്ചിലോട്ട് മാസാണ് 10:30 11 o'clock പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഗാരിയുടെ ഗോഡ് പാരൻസ് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവരും കൂടി കുരിശ് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. ചർച്ചിലായിരിക്കും ശേഷൻ സ്ക്രീൻ.
ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയം കയറി നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഫൈനൽ ഡെക്കോർ വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിട്ട് തന്നെ ഞങ്ങൾക്ക് മാസത്തിന് ശേഷമുള്ള ഫങ്ഷൻസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് കസിൻസ് വന്ന് നിൽപ്പുണ്ട് ഇവിടെ. പിന്നെ കേക്കും ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ തീമൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. കഴിക്കാൻ അങ്ങേയറ്റം ടേസ്റ്റായിരുന്നു. ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഇവിടെ നിന്ന് നമ്മളൊരു പുതിയ ഒരു തുടക്കം കുറിക്കുകയാണ്. ഫങ്ഷന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ പുള്ളിക്കാരി ആങ്കറിങ് പരിപാടി സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ ഇതൊരു തുടക്കമായിട്ട് കരുതുന്നു. അപ്പോൾ അത് അതിമനോഹരമായിട്ട് വിജയിച്ചിട്ടുമുണ്ട്. നമുക്കത് എന്താണ് നടന്നതെന്ന് വെച്ചാൽ കാണാം.
ഇന്നത്തെ പാരിസിന് എല്ലാവരുടെ ആദ്യ കുർബാനയുടെ ആശംസകൾ നൽകുന്നു. കോച്ചും കൂടിയാണ് ബോസ്കോ വലിയപ്പ. അപ്പൊ ഇനി നമുക്ക് ഒന്നും കൂടി ഒരു റാൻഡംലി ചൂസ് ചെയ്തേക്കാം അല്ലേ? ആരെ കൊണ്ട് പറയിക്കണമെന്ന് പറയിക്കണമെങ്കിൽ ആരെങ്കിലും ഉണ്ട്? വളർത്തുന്ന ശ്രീജിഷ ചേച്ചി. ഗാരിസനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത് നല്ലത് മാത്രമാണ്. നല്ല കുട്ടിയാണ് ഗാരിസൺ. ഐ പ്രൗഡ് മൈസെൽഫ്. എൻ്റെ വളർത്തുമകനായതിൽ ഞാൻ പ്രൗഡ് ചെയ്യുകയാണ്. താങ്ക് യു. പരിപാടിയിലേക്ക് ഗേരിയുടെ ഡാൻസോടുകൂടി എല്ലാവരുടെയും സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കലാപരിപാടികളുണ്ടെങ്കിൽ ആരംഭിക്കാം. പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചെങ്കമിഴിലെ കലാപരിപാടികൾ ഇനിയും തുടരുന്നതായിരിക്കും. ഫോട്ടോസ് എടുക്കേണ്ടവർക്കും ഈ അവസരത്തിൽ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. Lord!
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.